സോ തേനീച്ചകളെ കുറിച്ചുള്ള ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് കേട്ടിട്ടുണ്ടോ? ഒരു തേനീച്ച കോളനി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 3 ടൈപ്പ് തേനീച്ചകളുള്ളത്. ഒന്ന് ക്യൂൻ, രണ്ടാമത്തെ ഡ്രോൺ അഥവാ മെയിൽ തേനീച്ചകൾ, മൂന്നാമത്തത് വർക്കേഴ്സ്. സോ ഈ മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുഴിമടിയന്മാരായിട്ടുള്ളത് ഈ ഡ്രോൺസ് അഥവാ ഈ മെയിൽ തേനീച്ചകളാണ്. സോ ഇവരുടെ ഒരേ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ക്യൂനുമായിട്ട് മേറ്റ് ചെയ്യുന്നതാണ്. സോ ഒരു ക്യൂനെ ഒരു കോളനിയെ കാണത്തുള്ളൂ. അതേസമയം 200 മുതൽ 1000 ഡ്രോൺസ് അഥവാ മെയിൽ തേനീച്ചകൾ ഉണ്ട്. സോ ഇതിൽ ഒരാൾക്ക് മാത്രമേ ഒരു സമയം ക്യൂനുമായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ മേറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഈ മേറ്റിംഗ് സമയമാകുമ്പോഴത്തേക്കും ഈ ക്യൂൻ നല്ല പൊക്കത്തിൽ പറക്കും. സോ ഇതിലേത് ഡ്രോൺ അഥവാ മെയിൽ തേനീച്ചയാണോ ഈ ക്യൂവിൻ്റെ അടുത്ത് എത്തുന്നത്, ആ പൊക്കത്തിലെത്തുന്നത്, അതിന് മാത്രമേ ക്യൂനുമായിട്ട് മേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ട്രാജിക്കായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു മേറ്റിംഗ് കഴിയുന്നതോടുകൂടി ഈ ഡ്രോണിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പൊട്ടിത്തെറിച്ച് ഡ്രോൺ മരിക്കും.